എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന എന്നാൽ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ഗ്രീറ്റിംഗ് കാർഡാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു A4 ഷീറ്റ് പേപ്പറാണ് എടുത്തത്. കാർഡൊക്കെ ഉണ്ടാക്കുമ്പം ചാർട്ട് പേപ്പർ എടുക്കുന്നതാണ് നല്ലത്. ഈ ഒരു A4 പേപ്പറിന് ഞാൻ ഒരു 28 സെൻറ്റിമീറ്റർ നീളവും 9 സെൻറ്റിമീറ്റർ വീതിയുള്ള ഒരു പേപ്പറിൻ്റെ സ്ട്രിപ്പ് കട്ട് ചെയ്തെടുത്തു. ഇനി ആ ഒരു സ്ട്രിപ്പിൽ രണ്ട് സൈഡിലും 10.5 സെൻറ്റിമീറ്റർ നമ്മളൊന്ന് മാർക്ക് ചെയ്ത് വെക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. ഇനി നമ്മൾ ഇതേ ഷീറ്റിൽ തന്നെ ഒരു 14 സെൻറ്റിമീറ്ററും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. അതായത് ഈ പേപ്പറിൻ്റെ നേരെ പകുതിയായിരിക്കും അത്. അപ്പോൾ മടക്കണ്ട, ആ ഒരു പോയിൻ്റ് നമ്മൾ മാർക്ക് ചെയ്തിട്ട് നമ്മൾ രണ്ട് സൈഡിൽ നിന്നും ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കണം. അതായത് നമ്മുടെ രണ്ട് സൈഡിലത്തെ പേപ്പറും മടങ്ങിയിട്ട് ആ ഒരു മടക്ക് ഈ ഒരു പോയിന്റിലാണ് വന്ന് നിൽക്കേണ്ടത്. അപ്പോൾ നമ്മുടെ കാർഡ് ഇതുപോലെ ഉണ്ടാവും. അതായത് നടുക്ക് ഒരു ഓപ്പണിംഗ് പോലെ ആയിട്ട് നമുക്ക് കിട്ടും. ഇനി നമ്മൾ നേരത്തെ ബാക്കി വന്ന പേപ്പറില്ലേ A4ൻ്റെ, ആ ഒരു ഷീറ്റിൽ നിന്ന് ഞാനൊരു 10 സെൻറ്റിമീറ്ററിൻ്റെ ഒരു സ്ക്വയറാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി ഈ ഒരു സ്ക്വയറിനെ നമ്മൾ ഇതുപോലെ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ മടക്കിയെടുക്കുക. എന്നിട്ട് വീണ്ടും മടക്കുക. അപ്പോൾ ഒരു ഫ്ലവർ ഷേപ്പ് കട്ട് ചെയ്തെടുക്കാനാണ് ഇതുപോലെ മടക്കുന്നത്. ഇനി നമ്മൾ ഒരു പെറ്റലിൻ്റെ ഷേപ്പ് ഇതിൻ്റെ പിന്നിൽ വരച്ചിട്ട് നമ്മൾ അതൊന്ന് കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഈ ഒരു ഷേപ്പ് നമ്മൾ നമ്മുടെ കാർഡിൻ്റെ മുകളിൽ ഇതുപോലെ ഒന്ന് വെക്കണം. അതായത് 3 പെറ്റൽസ് ലെഫ്റ്റിലും 3 പെറ്റൽസ് റൈറ്റിലും വരുന്ന രീതിയിൽ വേണം വെക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മളൊന്ന് ട്രേസ് ചെയ്യുക ആ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പ്. അപ്പോൾ നമ്മുടെ കാർഡിൻ്റെ മുകളിൽ ഈ ഒരു ഷേപ്പ് വരച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ആ ഒരു എക്സ്ട്രാ വരുന്ന പീസ് നമ്മളൊന്ന് കട്ട് ചെയ്ത് കളയാണ് ചെയ്യേണ്ടത്. അപ്പോൾ രണ്ട് സൈഡിലും ഈ ഒരു പെറ്റലിൻ്റെ ഷേപ്പ് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ കാർഡ് ഇതുപോലെ ഉണ്ടാവും. ഇനി നമ്മൾ ഇതിൻ്റെ മിഡിലായിട്ട് ഒരു സർക്കിൾ വരച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള കളർ ഈ ഒരു ഫ്ലവറിന് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ പിങ്ക് കളറാണ് കൊടുക്കുന്നത്.
അപ്പോൾ ഇതാ നമ്മുടെ ഫ്ലവറിൻ്റെ പെറ്റൽസ് കളർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ മിഡിലിൽ നമുക്കൊരു സർക്കിൾ കിട്ടുമല്ലോ, അവിടെ ഞാനൊരു സ്മൈലി ഫേസ് ആണ് വരച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ ഈ ഒരു പെറ്റൽസിനൊക്കെ ഒന്ന് ബ്ലാക്ക് ഔട്ട്ലൈനും കൂടെ കൊടുത്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഫ്ലവർ നല്ല ലുക്ക് വന്നിട്ടുണ്ട്. ഇനി ആ കാർഡ് അവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് നമ്മൾ നേരത്തെ എടുത്ത പേപ്പറിൽ നിന്ന് ഒരു ബാക്കി വന്ന ഏതെങ്കിലും ഒരു സ്ട്രിപ്പ് ഉണ്ടാവും. ആ ഒരു സ്ട്രിപ്പ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കുക. അപ്പോൾ ഞാനൊരു പെൻസിലാണ് വരയ്ക്കുന്നത്. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ജസ്റ്റ് ഒരു മെസ്സേജ് പോലെ സ്ട്രിപ്പ് പോലെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇനി ഈ ഒരു പെൻസിലിനെ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മളൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാനാണ് പോകുന്നത്. ഇനി നമ്മൾ ഒരു വിഷാണ് എഴുതുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ബർത്ത്ഡേക്കൊക്കെ ആണെങ്കിൽ ഈ ഒരു പെൻസിലിന് പകരം വേറെ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് ബോക്സോ അങ്ങനെ എന്തെങ്കിലും വരയ്ക്കാം. പകരം ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതാം. ഞാനിപ്പോൾ ഇവിടെ ടീച്ചേഴ്സ് ഡേ സ്പെഷ്യൽ ആയതുകൊണ്ട് ഹാപ്പി ടീച്ചേഴ്സ് ഡേ എന്നാണ് എഴുതുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇവിടെ എന്തെങ്കിലും പിക്ചേഴ്സൊക്കെ വെച്ച് വരയ്ക്കുകയോ സ്റ്റിക്ക് ചെയ്യുകയോ ഒക്കെ ചെയ്യാം. ഞാനിപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ കുറച്ചിങ്ങനെ ഒരു പിങ്ക് കളറിൽ കുറച്ച് ഹാർട്ട്സൊക്കെ വരച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഹാപ്പി ടീച്ചേഴ്സ് ഡേ എന്നുള്ളതിൻ്റെ മേലെ ഒന്ന് സ്കെച്ച് കൊണ്ട് ജസ്റ്റ് ഒന്ന് കളറ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതും കൂടെ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ കാർഡ് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. കാർഡിൻ്റെ പണി ഫിനിഷായി. അപ്പോൾ നല്ല ക്യൂട്ടാണ്, കുട്ടികൾക്ക് പോലും ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷെ നല്ല ലുക്കില്ല കാണാൻ വേണ്ടിയിട്ട്. അപ്പം എല്ലാവരും ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ ടീച്ചേഴ്സിനൊക്കെ നിങ്ങൾ ഈ ഒരു ഗിഫ്റ്റ് ഉണ്ടാക്കി കൊടുക്കുക. അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്കിനി വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ തരുന്ന സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്.